മുന്നറിയിപ്പില്ലാതെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയതോടെ പെരുവഴിയിലായി യാത്രക്കാർ. ഇന്നലെ രാത്രി മുതൽ ആഭ്യന്തര അന്താരാഷ്ട്ര വിമാനങ്ങളടക്കം 70-ലേറെ സർവീസുകളാണ് രാജ്യത്താകെ മുടങ്ങിയത്. ജീവനക്കാരുടെ മില്ലിൽ പണിമുടക്കാണ് സർവീസ് തടസ്സപ്പെടാൻ കാരണം. യാത്ര മുടങ്ങിയതോടെ യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ പ്രതിഷേധിച്ചു. ഒരു മുന്നറിയിപ്പും നൽകാതെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയത്. അടിയന്തര ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യാനെത്തിയവർ പലരും വിമാനത്താവളങ്ങളിൽ എത്തിയതിനു ശേഷമാണ് വിമാന സർവീസുകൾ റദ്ദാക്കിയ വിവരം തന്നെ അറിയുന്നത്. അപ്രതീക്ഷിതമായി വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ടതോടെ യാത്രക്കാർ പെരുവഴിയിലായി. കേരളത്തിലെ 4 വിമാനത്താവളങ്ങളിൽ നിന്നായി 20-ലധികം സർവീസുകളാണ് മുടങ്ങിയത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് മാത്രം 12 വിമാന സർവീസുകൾ റദ്ദാക്കി. ദുബായ്, ദോഹ, കുവൈറ്റ്, ബഹ്റിൻ, ജിദ്ദ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത്. നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് യാത്രക്കാർ വിമാനത്താവളത്തിൽ പ്രതിഷേധമുയർത്തി. ഇതുവരെ ഫ്ലൈറ്റുകളൊന്നും വന്നിട്ടില്ല. ഇവിടെ എത്തിയതിനു ശേഷമാണ് അറിയുന്നത് ക്യാൻസൽ ആണെന്നുള്ളത്. പിന്നെ ഇന്ന് അവിടുത്തെ സൗദി സമയം 12 മണിയാകുമ്പോൾ ഇറങ്ങിയിട്ടില്ലെങ്കിൽ വിസ കാലാവധി അടക്കം ക്യാൻസൽ ആകുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത്. നമ്മൾക്കൊരു ആൻസർ തരാനും കൂടി ആളില്ല. അവരെ ചിരിച്ചിരിക്കുകയാണ് നമ്മൾ എന്ത് പറഞ്ഞാലും. കാരണം ആൾക്കാരെ ക്ഷമ പരീക്ഷിക്കുകയാണ് എയർ ഇന്ത്യ ചെയ്യുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള ഷാർജ, ബഹ്റിൻ, ദമാം, മസ്കറ്റ്, ബംഗളൂരു സർവീസുകളാണ് മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത്. വിസ കാലാവധി തീരുന്നവരുടെയും ജോലിയിൽ പ്രവേശിക്കേണ്ടവരുടെയും യാത്ര മുടങ്ങി. മറ്റൊരു ദിവസത്തേക്കുള്ള ടിക്കറ്റ് നൽകിയതിനെ തുടർന്നാണ് യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ നിന്ന് മടങ്ങിയത്. ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് ഞങ്ങൾ ഇവിടെ വന്ന പിന്നെ ഞങ്ങൾക്ക് ഒരു മെസ്സേജ് തരുമോ, ഒരു കാര്യങ്ങളും ചെയ്തുള്ള കമ്പനിയാണ്. ഇത് ശരിക്കും വല്ല ബ്ലേഡ് കമ്പനി തുടങ്ങേണ്ട സ്ഥലമാണ്. എയർ ഇന്ത്യ എന്ന് പറഞ്ഞ ബ്ലേഡ് കമ്പനിയാണ് തുടങ്ങേണ്ടത്. ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. 5000 രൂപ മുടക്കിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ വണ്ടി പറഞ്ഞു വിടുകയും ചെയ്തു. ഇനിയിപ്പം തിരിച്ചു പോകണമെങ്കിൽ ഇത്രയും വലിയ കെട്ടുമായിട്ട് ബസ്സിൽ കയറി പോകാൻ പറ്റത്തില്ല. 8:45 ഫ്ലൈറ്റ് ആയിരുന്നു. ഇവിടെ വന്ന് ഒത്തിരി നേരമായിട്ട് ക്യൂ നിൽക്കുകയാണ്. അവരൊന്നും മറുപടി തരുന്നില്ല. നാളെ ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ നാളത്തേക്കൊന്നും കൺഫേം ഒന്നുമല്ല. തിരുവനന്തപുരത്ത് ആകെ 5 സർവീസുകൾ മുടങ്ങി. മസ്കറ്റ്, ഷാർജ, ദുബായ്, അബുദാബി, ചെന്നൈ സർവീസുകളാണ് റദ്ദാക്കിയത്. ഇന്നലെ രാത്രി 10:40 ഷാർജ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ട യാത്രക്കാർ ഇന്ന് പുലരും വരെ കാത്തിരുന്നെങ്കിലും ഫലമുണ്ടായില്ല. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഷാർജ, മസ്കറ്റ്, അബുദാബി വിമാനങ്ങളും റദ്ദാക്കി. ഇതിപ്പോൾ നാളെ തന്നെ എനിക്ക് അവിടെ എത്താൻ വേണം. എൻ്റെ വിസ തീരുകയാണ്. വേറെ ഒരു നിവൃത്തി എനിക്കില്ല. ഇത് ചെന്നെത്തിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആത്മഹത്യയല്ലാതെ വേറെ ഒരു വക്കിലും ഞാൻ നിൽക്കുകയാണ്. പകരം ടിക്കറ്റുകളോ റീഫണ്ടോ നൽകുമെന്നുള്ള ഉറപ്പിലാണ് യാത്രക്കാർ വിമാനത്താവളങ്ങൾക്കുള്ളിൽ പ്രതിഷേധം അവസാനിപ്പിച്ചത്. അടുത്ത ദിവസങ്ങളിലേക്ക് ടിക്കറ്റ് മാറ്റി നൽകുന്നുണ്ടെങ്കിലും ജീവനക്കാരുടെ സമരം തുടർന്നാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വഴിയുള്ള യാത്രകൾ തന്നെ അനിശ്ചിതത്വത്തിലാകും. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, തിരുവനന്തപുരം.